VSSCയിലെ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനും BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വിമാനം ലാൻഡ് ചെയ്തിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അല്പസമയത്തിനകം തന്നെ എയർപോർട്ടിലെ ടെക്നിക്കൽ ഏരിയയിലെ കവാടത്തിലൂടെ പ്രധാനമന്ത്രി പുറത്തേക്ക് വരും. വൻ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളം ചാക്ക വേളി വഴി ആ റൂട്ടിലാണ് പ്രധാനമന്ത്രി സഞ്ചരിക്കുക. അദ്ദേഹം ആദ്യം പോകുന്നത് VSSCയിലാണ്. അവിടെ ഗഗൻയാൻ ദൗത്യത്തിന്റെ പുരോഗതി വിലയിരുത്തും. അതിനുശേഷം 12 മണിയോടുകൂടിയാണ് അദ്ദേഹം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെത്തുക. അവിടെയാണ് BJPയുടെ പദയാത്രയുടെ സമാപന സമ്മേളനം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുക. എല്ലാവിധ ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൂർത്തിയായി കഴിഞ്ഞു. പ്രധാനപ്പെട്ട ആളുകൾക്ക് പ്രവേശനം പ്രത്യേകം ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ആരാണ് ഈ ചന്ദ്രനിലേക്കുള്ള ദൗത്യത്തിൽ ആരൊക്കെ, ഏത് മലയാളിയാണ് ഉണ്ടാവുക, ആരൊക്കെയാണ് അതിൽ ഭാഗമാവുക എന്ന ലിസ്റ്റ് പ്രധാനമന്ത്രി ഇന്ന് പ്രഖ്യാപിക്കും. ഇന്ന് ഉച്ച കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നേരെ തിരുനെൽവേലിയിലേക്കാണ് പോകുന്നത്. ഏതായാലും പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിമാനം ലാൻഡ് ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിലെ കവാടത്തിലൂടെ പ്രധാനമന്ത്രി പുറത്തേക്ക് വരും. അദ്ദേഹത്തിൻ്റെ വാഹനത്തെ അനുഗമിക്കാനുള്ള വാഹന വ്യൂഹം അവിടെ തയ്യാറായി കിടക്കുന്നുണ്ട്. എല്ലാവിധത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു പോകുന്ന വേളി ചാക്ക റൂട്ടിൽ വൻ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് പ്രത്യേകം തയ്യാറാക്കിയ വേദി ഉള്ളത്. അതോടൊപ്പം തന്നെ ഏതാണ്ട് 1.5 ലക്ഷം വരുന്ന പ്രവർത്തകർക്ക് ഇരിക്കാൻ പാകത്തിൽ പന്തൽ ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇന്ന് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഇതിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് ഏറി വരുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഈ വരവിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുണ്ട്. ഷഫീദ് റാവുത്തർ ഞങ്ങളുടെ പ്രതിനിധി വിശദാംശങ്ങളുമായുണ്ട്. ഷഫീദ്, പ്രധാനമന്ത്രിയുടെ വിമാനം ലാൻഡ് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. എപ്പോഴാണ് അദ്ദേഹം ടെക്നിക്കൽ ഏരിയയിലെ കവാടത്തിലൂടെ പുറത്തേക്ക് വരിക? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ പ്രത്യേക വിമാനത്തിൽ നിന്ന് നരേന്ദ്രമോദി അടക്കമുള്ള ആളുകൾ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ആളുകൾ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങും. നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എയർപോർട്ട് ടെക്നിക്കൽ ഏരിയയിലാണ് ഈ വിമാനം അല്പസമയം മുൻപ് ഇറങ്ങിയത്. 10:30 വിമാനം ഇറങ്ങുമെന്നുള്ളതായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ അല്പം വൈകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാര്യങ്ങൾ വ്യക്തമാണ്. ഇവിടെ നിന്ന് നേരെ പ്രധാനമന്ത്രി പോവുക VSSCയിലെ പരിപാടിയിൽ പങ്കെടുക്കാനായിരിക്കും. അവിടെ വളരെ സുപ്രധാനമായിട്ടുള്ള പല പ്രഖ്യാപനങ്ങളും പ്രധാനമന്ത്രി നടത്തും. അതിൽ ഗഗൻയാൻ ദൗത്യത്തിനുള്ള സംഘം, അതിലൊരു മലയാളി ഉണ്ട് എന്നുള്ള വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. മലയാളിയെക്കുറിച്ചുള്ള ഏകദേശം സൂചനകളും പുറത്തു വന്നു. ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. വിമാനത്തിൽ നിന്ന് ഉദ്യോഗസ്ഥർ ഇറങ്ങുന്നു. അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുറത്തേക്ക് ഇറങ്ങും. മന്ത്രി GR അനിലാകും ഈ സർക്കാരിന് വേണ്ടി പ്രധാനമന്ത്രിയെ സ്വീകരിക്കുക. അതിനുശേഷം നേരെ VSSCയിൽ മുൻപ് നമ്മൾ സൂചിപ്പിച്ച പല പദ്ധതികളുടെയും പ്രഖ്യാപനം നടക്കും. ആ പ്രഖ്യാപനത്തിന് ശേഷമായിരിക്കും കെ സുരേന്ദ്രന്റെ കേരള പദയാത്ര നടക്കുന്ന സമാപന വേദിയിലേക്ക് പ്രധാനമന്ത്രി എത്തുക. അവിടെയും പലതരത്തിലുള്ള സസ്പെൻസുകൾ ഉണ്ടാവും. നമുക്കറിയാം, ഈ വർഷം, അതായത് 2024 മാത്രം എത്ര തവണ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തിയെന്നുള്ളത്. സ്വാഭാവികമായും ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പല ലക്ഷ്യങ്ങൾ BJPയെ സംബന്ധിച്ചിട്ടുണ്ട്. അവരുടെ സ്റ്റാർ ക്ലാസ് മണ്ഡലമായി അവർ കരുതുന്ന പല മണ്ഡലങ്ങളിലും ഇക്കുറി കേരളത്തിൽ നിന്ന് സീറ്റ് എന്നുള്ള ലക്ഷ്യം അവരെ സംബന്ധിച്ചിട്ടുണ്ട്. അതടക്കമുള്ള രാഷ്ട്രീയ പ്രത്യേകതകളുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി ഇക്കുറി തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. തിരുവനന്തപുരവും തൃശ്ശൂരും അടക്കം BJP ലക്ഷ്യം വയ്ക്കുന്ന, ഇക്കുറിയെങ്കിലും ജയം ഉറപ്പാക്കാൻ BJP ലക്ഷ്യം വയ്ക്കുന്ന മണ്ഡലങ്ങളിൽ ഇതിനോടകം തന്നെ പ്രധാനമന്ത്രി എത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പക്ഷേ ഈ വർഷം ഇതാദ്യമായി പ്രധാനമന്ത്രി എത്തുന്നു. വലിയ രാഷ്ട്രീയ പ്രത്യേകതയുള്ള, രാഷ്ട്രീയ സവിശേഷതകളുള്ള സാഹചര്യത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് രണ്ട് പ്രധാനപ്പെട്ട ഔദ്യോഗികമായ ഒരു പരിപാടിയുമുണ്ട്, രാഷ്ട്രീയമായ പരിപാടിയുമുണ്ട്. ഈ രണ്ട് പരിപാടികൾക്കായി എത്തുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്ന് ഉച്ചയ്ക്ക് 12 മുതൽ 1 വരെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന BJP പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും എന്നുള്ളതാണ് നിലവിലെ വിവരം. പക്ഷേ ആ സമയക്രമത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെ PC ജോർജിന്റെ കേരള ജനപക്ഷം, സെക്യുലർ പാർട്ടിയും BJPയുമായും ലയനം നടക്കും. കേരളത്തെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു വിഷയം കൂടിയാണ്. ഉച്ചയ്ക്ക് 1:20 തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് യാത്ര തിരിക്കും. നാളെ ഉച്ചയ്ക്ക് 1:10 തിരുനെൽവേലിയിൽ നിന്ന് ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തിരിച്ചെത്തിയ പ്രധാനമന്ത്രി ഉച്ചയ്ക്ക് 1:15 മഹാരാഷ്ട്രയിലേക്ക് പോകും. ഇതാണ് അദ്ദേഹത്തിന്റെ ട്രാവൽ പ്ലാൻ നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എയർപോർട്ട് ടെക്നിക്കൽ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നേരെ VSSCയിലേക്ക് പോകും. നമ്മൾ മുൻപ് വിശദമായി സൂചിപ്പിച്ചിരുന്നു. അതായത്
ഈ ഗഗൻയാൻ ദൗത്യ സംഘത്തിൻ്റെ പേര് വിവരങ്ങൾ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും. അതിലെ മലയാളി പേര് അതാണ് വലിയ ആകാംക്ഷയായി, കേരളം അഭിമാനത്തോടുകൂടി നോക്കിക്കാണുന്ന ഒരു ആകാംക്ഷയായി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് തെരഞ്ഞെടുത്ത 4 ഫൈറ്റർ പൈലറ്റുമാരാണ് ഗഗൻയാൻ ദൗത്യത്തിനായി ഇന്ത്യയിലും വിദേശത്തും പരിശീലനത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ഒരാൾ മലയാളി, ആ പേര് നമ്മൾ പറഞ്ഞതാണ് പ്രശാന്ത് നായർ. ഒരുപക്ഷെ ആ സൂചന പ്രധാനമന്ത്രി ഉറപ്പിച്ചെങ്കിൽ കേരളത്തെ സംബന്ധിച്ച് അതൊരു അഭിമാനകരമായ പ്രഖ്യാപനമായി മാറുകയും ചെയ്യും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ PSLV ഇൻ്റഗ്രേഷൻ ഫെസിലിറ്റി, അതേപോലെ തന്നെ മഹേന്ദ്രഗിരിയിലെ ISRO പ്രൊപ്പൽഷൻ കോംപ്ലക്സിൽ പുതിയ സെമി ക്രയോജനിക്സ് ഇൻ്റഗ്രേറ്റഡ് എഞ്ചിനും സ്റ്റേജ് ടെസ്റ്റ് സൗകര്യവും, തിരുവനന്തപുരം VSSCയിൽ ട്രൈസോണിക് വിൻഡ് ടണൽ എന്നിവയാണ് ഈ 3 പ്രധാനപ്പെട്ട പദ്ധതികളാണ് ഇന്ന് പ്രധാനമന്ത്രി VSSCയിൽ ഉദ്ഘാടനം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗഗൻയാൻ അവലോകനം അടക്കമുള്ള കാര്യങ്ങളും ഇന്ന് അവിടെ നടക്കും എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും പ്രധാനമന്ത്രിയുടെ ഈ വരവിന് വലിയ രാഷ്ട്രീയ പ്രത്യേകതകൾ, അതേപോലെ തന്നെ കേരളത്തിന് എന്ത് എന്നുള്ളൊരു സസ്പെൻസ് കൂടി അവിടെ ബാക്കി നിൽക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുമ്പോൾ BJP ഇക്കുറി വലിയ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കാണുന്ന കേരളത്തിന് എന്ത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മാത്രവുമല്ല, ഗഗൻയാൻ ദൗത്യത്തിന്റെ അവലോകന യോഗത്തിന് ശേഷം എന്താണ് നീക്കം എന്നുള്ളതും ശാസ്ത്രലോകം വളരെ കൗതുകത്തോടെ, ശാസ്ത്രലോകം എന്നല്ല ഇന്ത്യ ഒന്നാകെ ലോകരാജ്യങ്ങൾ വളരെ കൗതുകത്തോടെ നോക്കിക്കാണുന്ന അവലോകന യോഗം കൂടിയായി ഇത് മാറും എന്നുള്ളതിൽ സംശയമില്ല. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗഗൻയാൻ ദൗത്യത്തിന്റെ കമാൻഡർ മലയാളിയായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് നായരാണെന്നുള്ള സൂചനകൾ ഇന്ന് രാവിലെ പുറത്തു വന്നിരുന്നു. പ്രശാന്ത് നായർക്ക് പുറമെ ആൻഗഡ് പ്രതാപ്, അജിത് കൃഷ്ണൻ, ചൗഹാൻ എന്നിവരുടെ പേരുകളും ദൗത്യ പട്ടികയിലുണ്ട്. ഈ പ്രശാന്ത് നായർ സുക്കോയ് യുദ്ധവിമാനം പറത്തുന്ന ഫൈറ്റർ പൈലറ്റാണ്. നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ പഠനം പൂർത്തിയാക്കി 1999 കമ്മീഷൻഡ് ഓഫീസറായാണ് വ്യോമസേനയുടെ ഭാഗമാകുന്നത്. ഇന്ന് പ്രധാനമന്ത്രി VSSCയിൽ ഈ പേര് പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തെ സംബന്ധിച്ച് അത് വലിയ നേട്ടം അല്ലെങ്കിൽ അഭിമാനകരമായ നേട്ടമായി മാറും. പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. അദ്ദേഹം ഇനി കേരളത്തിൽ തുടരുന്ന ആ 3 മണിക്കൂർ അത് വളരെ സുപ്രധാനമാണ്. അതിനുമപ്പുറത്തേക്ക് രാഷ്ട്രീയമായി വലിയ പ്രത്യേകതകൾ അതിനെ സംബന്ധിച്ചിട്ടുണ്ട്. മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തൃശ്ശൂരും തിരുവനന്തപുരവും അടക്കം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP അഭിമാന പോരാട്ടമായി മുന്നോട്ട് വയ്ക്കുന്ന മണ്ഡലങ്ങളുണ്ട്. അവിടെ സ്വാഭാവികമായും തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം എത്തുമ്പോൾ രാഷ്ട്രീയമായി വലിയ പ്രസക്തി അക്കാര്യത്തിനുണ്ടാകും. ഒരു ദേശീയ നേതാവിനെ ഇവിടെ സ്ഥാനാർത്ഥിയായി വേണമെന്ന BJP ജില്ലാ കമ്മിറ്റിയുടെ ആവശ്യം ഒരു സ്ഥലത്ത് നിൽക്കുന്നു. ഒരു പക്ഷേ അങ്ങനെ ഒരു പേര് പ്രഖ്യാപനം കൂടി പ്രധാനമന്ത്രിയുടെ സെൻട്രൽ സ്റ്റേഡിയത്തിലെ പരിപാടിയിലുണ്ടെങ്കിൽ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് BJP കരുത്തോടെ ചൂടുറപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ആദ്യ സൂചന അത് പുറത്തുവരും. ഏതായാലും അങ്ങനെ പലതരത്തിലുള്ള സസ്പെൻസുകളുണ്ട്. അതിൻ്റെ ക്ലൈമാക്സ് എന്താകും എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എയർപോർട്ട് ടെക്നിക്കൽ ഏരിയയിൽ നിന്ന് കോൺവേയ്ക്കൊപ്പം പുറത്തേക്ക് വരും. ഇവിടെ നിന്ന് VSSCയിലേക്കായിരിക്കും എത്തുക. അവിടെയാണ് 3 പ്രധാനപ്പെട്ട പദ്ധതികളുടെ പ്രഖ്യാപനം. അതിനുശേഷം പ്രധാനമന്ത്രി നേരെ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക്. മറ്റു ചില പ്രത്യേകതകൾ കൂടി ഗോപികൃഷ്ണൻ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അത് BJPയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കൺവെൻഷനായിരുന്നു കേരള പദയാത്ര. സെക്രട്ടേറിയറ്റിന് തൊട്ട് മുൻപിലാണ് ആ പദയാത്രയുടെ സമാപന വേദി നിശ്ചയിച്ചിരിക്കുന്നത്. അവിടേക്ക് പ്രധാനമന്ത്രി എത്തുമ്പോൾ സംസ്ഥാന സർക്കാർ നിരന്തരം ഉയർത്തുന്നൊരു പരാതി അത് കേന്ദ്രം സംസ്ഥാനത്തെ ഞെരിക്കുന്നു എന്നുള്ളതാണ്. അതടക്കമുള്ള വിഷയങ്ങളിൽ പൊളിറ്റിക്കൽ മറുപടി അത് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ സെക്രട്ടേറിയറ്റിന്റെ മുഖ്യമന്ത്രിയുടെ മൂക്കിൻ തുമ്പത്ത് വെച്ച് പ്രധാനമന്ത്രി നടത്തുന്ന ഒരു രാഷ്ട്രീയ മറുപടിയായി കൂടി അത് വിലയിരുത്തപ്പെടും. അങ്ങനെയുള്ള ചില ക്ലൈമാക്സ്, അങ്ങനെയുള്ള ചില സസ്പെൻസുകളും ഇതിനോടൊപ്പം ഉണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും വളരെ നിർണായകമായിട്ടുള്ളൊരു 3 മണിക്കൂറിലേക്കാണ് തിരുവനന്തപുരം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് വിമാനമിറങ്ങിയിട്ടുണ്ട്. ഇനി അദ്ദേഹം VSSCയിലേക്ക് പോകും. രാജ്യത്തിന്റെ ഏറെ അഭിമാനകരമായൊരു നേട്ടം, വർഷങ്ങളായുള്ള കാത്തിരിപ്പ്, ഗഗൻയാൻ ദൗത്യം. ആ ദൗത്യത്തിൽ മലയാളി ഉണ്ടെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു. ഏതാണ്ട് ആ മലയാളിയെ ഉറപ്പിച്ചിരിക്കുന്നു. ആ മലയാളിയുടെ പേര് പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിനൊന്നാകെ അഭിമാനിക്കാൻ കഴിയാവുന്ന ഒരു നിമിഷമായി അത് മാറും. അതിന് അല്പസമയം മാത്രമാണ് ബാക്കി. ഗഗൻയാൻ അവലോകനം സ്വാഭാവികമായും ലോകരാഷ്ട്രങ്ങൾ ശ്രദ്ധയോടെ നോക്കിക്കാണുന്നൊരു വിഷയമാണ്. അവിടേക്ക് ആ അവലോകനം എത്രത്തോളം പൂർത്തിയായി എങ്ങനെയായിരിക്കും ഇനി ആ പദ്ധതിയുടെ മുന്നോട്ടുള്ള പോക്ക്, അതടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും ആ വിവരങ്ങൾ അത് രാഷ്ട്രങ്ങളടക്കം ശ്രദ്ധയോടെ വീക്ഷിക്കുന്നു. അതിനുമപ്പുറത്തേക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ലോക്സഭാ ചിത്രം ചൂടുപിടിക്കുമ്പോൾ അവിടേക്ക് പ്രധാനമന്ത്രി വിമാനമിറങ്ങുകയാണ്. അത് തിരുവനന്തപുരത്തേക്കാണ് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നേരത്തെ തൃശ്ശൂരിലും എറണാകുളത്തും രാഷ്ട്രീയ പരിപാടികളിൽ പങ്കെടുക്കാൻ നരേന്ദ്രമോദി എത്തിയിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ വീണ്ടും തിരുവനന്തപുരത്തേക്ക് എത്തുന്നു. അവിടെ BJP മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളുടെ തുടക്കം എന്നവർ വിശേഷിപ്പിക്കുന്ന കേരള പദയാത്ര, ആ കേരള പദയാത്ര സമാപന വേദിയിലേക്ക് പ്രധാനമന്ത്രി വിമാനമിറങ്ങുമ്പോൾ അതിന് വലിയ രാഷ്ട്രീയ പ്രത്യേകതകളുണ്ട്. അതിനുമപ്പുറത്തേക്ക് VSSCയിലെ ഔദ്യോഗിക പരിപാടികളിൽ രാജ്യത്തിന് അഭിമാനകരമായി മാറുന്ന ഗഗൻയാൻ പദ്ധതി, ആ പദ്ധതിയുടെ ഇനിയുള്ള പോക്ക്, അതടക്കം
വലിയ ശ്രദ്ധയോടുകൂടി ആളുകൾ നോക്കിക്കാണുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഗേറ്റ് വഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തേക്കിറങ്ങും. വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രാവിലെ 8 മണി മുതൽ ഇന്ന് വൈകിട്ട് 2 മണി വരെ 2:30 വരെ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ സുരക്ഷ പ്രധാനമന്ത്രിയുടെ യാത്രയിൽ കേരളത്തിൽ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും പ്രധാനമന്ത്രിയുടെ വിമാനം അത് ശംഖുമുഖത്തെ എയർപോർട്ട് ഇപ്പോൾ ഈ മുൻ നിശ്ചയിച്ച സമയക്രമം തെറ്റാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ടല്ലോ. കാരണം അദ്ദേഹം ഇപ്പോൾ തന്നെ ഏതാണ്ട് നേരത്തെ പറഞ്ഞതനുസരിച്ച് നോക്കുകയാണെങ്കിൽ അരമണിക്കൂർ വൈകിയാണ് നിൽക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും ഈ ടെക്നിക്കൽ ഏരിയയിലെ ഗേറ്റിന് പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി നേരെ അദ്ദേഹം പോകാനുള്ളത് VSSCയിലാണ്. അവിടെ ഈ ബഹിരാകാശ പദ്ധതികളുടെ പ്രൊജക്റ്റുകളുടെ വിലയിരുത്തൽ നടത്തും. അത് 3 പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ അദ്ദേഹം നടത്താനുണ്ട്, പദ്ധതികളുടെ പ്രഖ്യാപനം നടത്താനുണ്ട്. ഇതിലേക്കൊക്കെ ഈ ചടങ്ങുകളൊക്കെ കഴിയുമ്പോൾ ഒരുപക്ഷെ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തേണ്ട സമയം മറികടന്ന് പോകാനുള്ള സാഹചര്യം ഉണ്ടല്ലോ. 12 മണിയാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ പരിപാടികൾ തുടങ്ങുമെന്ന് അറിയിച്ചിരുന്നത്, അല്ലേ? പക്ഷേ ആ ഗേറ്റ് എയർപോർട്ട് ടെക്നിക്കൽ ഏരിയയുടെ ഗേറ്റ് തുറന്നിരിക്കുന്നു. അല്പസമയത്തിനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ഈ ഗേറ്റ് വഴി പുറത്തേക്കിറങ്ങും. അദ്ദേഹം വിമാനത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങിയിട്ടുണ്ട്. ആ കോൺവേ റെഡിയാവുകയാണ്, കോൺവേ സെറ്റാവുകയാണ്. നേരെ പോകുന്നത് VSSCയിലേക്കാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അവരടക്കം വാഹനത്തിലേക്ക് കയറി ആ കോൺവേ മൂവ് ചെയ്തിട്ട് തുടങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് ഈ എയർപോർട്ട് ടെക്നിക്കൽ ഏരിയയിൽ നിന്ന് പുറത്തിറങ്ങും. ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സമയക്രമത്തിൽ കാര്യമായ മാറ്റമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. VSSCയിൽ ഒരു പക്ഷേ അധിക സമയം പ്രധാനമന്ത്രി ചെലവഴിക്കാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ഒരുപക്ഷെ 1 മണിയോടുകൂടിയായിരിക്കാം സെൻട്രൽ സ്റ്റേഡിയത്തിലെ പരിപാടിയിലേക്ക് എത്തുക. കാരണം 10:30 അദ്ദേഹം വിമാനം ഇറങ്ങി യാത്ര തിരിക്കുമെന്നുള്ളതായിരുന്നു നേരത്തെയുള്ള അറിയിപ്പ്. പക്ഷേ വിമാനം എത്തിയപ്പോൾ തന്നെ ഏതാണ്ട് 10:50 കഴിഞ്ഞു. 10:56, 57 സമയമായി. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. വാഹനവ്യൂഹം വരികയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചിത്രം ചൂടുപിടിച്ചൊരു സ്ഥലത്തേക്കാണ്, അല്ലെങ്കിൽ ചൂടുപിടിച്ച് അതിൻ്റെ എല്ലാ തരത്തിലുള്ള നീക്കങ്ങളിലേക്കും നടക്കുന്നതിനിടയിലാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് വിമാനം ഇറങ്ങുന്നത്. അതൊരു രാഷ്ട്രീയ നീക്കമാണ്. അതിനുമപ്പുറത്തേക്ക് കേരളത്തെ സംബന്ധിച്ച് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നേട്ടമായി മാറാൻ പോകുന്ന ഗഗൻയാൻ ദൗത്യത്തിലെ മലയാളി സാന്നിധ്യം, അതും കേരളത്തെ സംബന്ധിച്ച് അത്രയധികം അഭിമാനകരമായ ഒരു നിമിഷമായി മാറും. ഇപ്പോൾ ആ കോൺവേ വാഹനങ്ങൾ ഓരോന്നോരോന്നായി പുറത്തേക്കിറങ്ങുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹനം അല്പസമയത്തിനുള്ളിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ വാഹനം പുറത്തേക്ക് ഇറങ്ങുന്നു. ആ വാഹനം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പ്രധാനമന്ത്രിയുടെ വാഹനം എയർപോർട്ട് ടെക്നിക്കൽ ഏരിയയുടെ പുറത്തേക്ക് വരികയാണ്. നേരെ VSSCയിലേക്ക് വളരെ സുപ്രധാനമായിട്ടുള്ള, വളരെ നിർണായകമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ അതിനുശേഷമായിരിക്കും. പ്രധാനമന്ത്രിയുടെ വാഹനം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അദ്ദേഹം കൈവീശിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വാഹനം VSSCയിലേക്ക് യാത്ര തിരിക്കുന്നു. കാത്തുനിന്ന BJP പ്രവർത്തകരെ അടക്കം അഭിവാദ്യം ചെയ്തതാണ് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ആ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. നേരെ VSSCയിലേക്കാണ്. നമുക്ക് ഇതേ ടെക്നിക്കൽ ഏരിയയിൽ നിന്ന് പുറത്തിറങ്ങിപ്പോയിട്ട് നരേന്ദ്രമോദി കാഴ്ചയുണ്ട്, പ്രധാനമന്ത്രി കാഴ്ചയുണ്ട്. വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി ഒരു റോഡ് ഷോ വളരെ അപ്രതീക്ഷിതമായി നടത്തിയ ചില രംഗങ്ങൾ നമ്മൾ കഴിഞ്ഞതിന് മുൻപത്തെ തവണ അദ്ദേഹം വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. അന്ന് അദ്ദേഹം വന്ദേ ഭാരത് അടക്കമുള്ള ഉദ്ഘാടന ചടങ്ങിന് വേണ്ടിയിട്ടായിരുന്നു തിരുവനന്തപുരത്തേക്ക് എത്തിയത്. അന്ന് അദ്ദേഹം വന്നപ്പോഴടക്കം നമ്മൾ ദൃശ്യങ്ങളിൽ വളരെ പ്രകടമായി കണ്ടതാണ്. അദ്ദേഹം റോഡ് ഷോ നടത്തിയിരുന്നു, ഇറങ്ങിയിരുന്നു, ജനങ്ങളെ കൈവീശിയിരുന്നു, അഭിവാദ്യം ചെയ്തിരുന്നു. പക്ഷേ ഇത്തവണ VSSCയിലേക്കുള്ള യാത്രയുള്ളതിനാൽ ആ വഴിയിൽ അത്തരം സംഭവങ്ങൾ ഉണ്ടാകില്ല, റോഡ് ഷോകൾ ഉണ്ടാകില്ല. പക്ഷേ അപ്രതീക്ഷിതമായ ചില നീക്കങ്ങൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ ആ കോൺവേ വാഹനങ്ങൾ ഓരോന്നോരോന്നായി പോവുകയാണ്. നമ്മൾ കണ്ടതാണ് പ്രധാനമന്ത്രി അദ്ദേഹം കൈവീശിക്കൊണ്ട് എയർപോർട്ട് ടെക്നിക്കലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം കാത്തിരുന്ന BJP പ്രവർത്തകർക്ക് നേരെ കൈവീശിയിരുന്നു. വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഗോപികൃഷ്ണൻ, നമ്മൾ പറഞ്ഞു രാഷ്ട്രീയമായും അതേപോലെ തന്നെ രാജ്യത്തെ സംബന്ധിച്ചും നിർണായകമായ ചില നീക്കങ്ങളിലേക്കാണ്, ചില മിനിറ്റുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ആകാംക്ഷയോടുകൂടി VSSCയിൽ നിന്നുള്ള ദൃശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതിലേറ്റവും ശ്രദ്ധേയമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഗഗൻയാൻ ദൗത്യത്തിലെ മലയാളിയാണ്. ദൗത്യത്തിൻ്റെ കമാൻഡർ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് നായരാണെങ്കിൽ അത് കേരളത്തെ സംബന്ധിച്ച് നമുക്ക് ഈ പറയുന്ന ഗൂസ് ബംസ് ഉണ്ടാകുന്ന ഒരു നിമിഷമായി അത് മാറും. കാരണം അത്രയധികം അഭിമാനം കേരളത്തെ സംബന്ധിച്ചിട്ടുണ്ടാകും. രാജ്യത്തെ ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. കേരളത്തിലെ നേതാക്കൾ, അതായത് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ നരേന്ദ്രമോദി സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ ഇപ്പോൾ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അവർ പുറത്തേക്കിറങ്ങുകയാണ്. VSSCയിലെ പരിപാടിക്ക് ശേഷം കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ VSSCയിലേക്ക് അവർ പോകുന്നില്ല. അവർ പകരം നേരെ കേരള പദയാത്ര സമാപന വേദിയിലേക്കാണ് പോകുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. ആ വേദിയിലേക്ക് പോയതിനു ശേഷം അവിടേക്ക് പ്രധാനമന്ത്രി എത്തിയപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. മറ്റ് പ്രധാനപ്പെട്ട BJPയുടെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്തേക്ക് വരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ എയർപോർട്ട് ടെക്നിക്കലിലേക്ക് എത്തി പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. ഇപ്പോൾ അവർ യാത്രയാവുകയാണ്. സർക്കാരിന് വേണ്ടി മന്ത്രി GR അനിലായിരുന്നു
പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്തത്. ഏതായാലും VSSയിലേക്ക് അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രി എത്തിയാൽ ആകാംക്ഷാഭരിതമായിട്ടുള്ള നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും. അതിനുശേഷം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന BJPയുടെ കേരള പദയാത്ര, കെ സുരേന്ദ്രൻ നയിച്ച കേരള പദയാത്രയുടെ സമാപന വേദിയിലും പ്രധാനമന്ത്രി എത്തും. അവിടെയും വളരെ പൊളിറ്റിക്കലായിട്ടുള്ള പ്രസംഗം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ കേരള സർക്കാർ ഉയർത്തുന്ന ചില വിമർശനങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ മറുപടി, ജനങ്ങളോടുള്ള മറുപടി ഉണ്ടാകുമോ എന്നുള്ളത് വലിയ രാഷ്ട്രീയ ആകാംക്ഷയായി മാറും. അങ്ങനെയാണെങ്കിൽ സർക്കാരിന് മൂക്കിന് മുമ്പിൽ സെക്രട്ടേറിയറ്റിന് തൊട്ടടുത്തുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തി പ്രധാനമന്ത്രി നൽകുന്ന മറുപടിയായി അത് വിലയിരുത്തപ്പെടുകയും ചെയ്യും. ഇന്ന് ഉച്ചയ്ക്ക് 2:30 അദ്ദേഹം കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് മടങ്ങും എന്നുള്ളതാണ് സൂചന. നാളെ അദ്ദേഹം മറ്റു പരിപാടികൾക്ക് ശേഷം കേരളത്തിലേക്ക് മടങ്ങിയെത്തി കേരളത്തിൽ നിന്ന് തന്നെയാണ്, തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ് അദ്ദേഹം മഹാരാഷ്ട്രയിലേക്ക് പോവുക എന്നുള്ളതും ഒരു വിവരമായി ലഭിക്കുന്നുണ്ട്. ഏതായാലും എയർപോർട്ട് ടെക്നിക് ഏരിയയിൽ നിന്ന് പ്രധാനമന്ത്രി VSSയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. ഗോപികൃഷ്ണൻ. ശരി, ഇപ്പോഴും ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ കേരള സന്ദർശനത്തിനായി തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിലൂടെ ആ കവാടത്തിലൂടെ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങും. കോൺവോയായി അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അകമ്പടി സേവിക്കാനുള്ള വാഹനവ്യൂഹം അവിടെ തയ്യാറായി നിൽക്കുന്നുമുണ്ട്. പ്രധാനമന്ത്രി ഇതാ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ നേരെ പോകുന്നത് VSSയിലേക്കാണ്. അവിടെ പ്രധാനപ്പെട്ട പദ്ധതികളുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. അതോടൊപ്പം തന്നെ ഗഗൻയാൻ ദൗത്യ സംഘാംഗങ്ങൾ ആരൊക്കെയാണെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കും. അതിനകത്ത് മലയാളിയായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് നായരുടെ പേര് അദ്ദേഹം പ്രഖ്യാപിക്കുമെന്ന് സൂചനകളുണ്ട്. ഏതായാലും കേരളത്തെ സംബന്ധിച്ച് ഏറെ അഭിമാനമുണ്ടാക്കുന്ന ഒരു പ്രഖ്യാപനമായി അത് മാറും. അതിനുശേഷമാണ് പ്രധാനമന്ത്രി സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തുക. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ, സെക്രട്ടേറിയറ്റിന് തൊട്ടടുത്തുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ അതിനുശേഷം പ്രധാനമന്ത്രി സംസാരിക്കുക കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ്. സംസ്ഥാന സർക്കാർ ഉന്നയിച്ചിട്ടുള്ള, ഇടതുമുന്നണി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപങ്ങൾക്ക് ഒരുപക്ഷെയുള്ള അതിനുള്ള രാഷ്ട്രീയ മറുപടി പ്രധാനമന്ത്രി നൽകിയേക്കുമെന്നുള്ള സൂചനകളുണ്ട്. അങ്ങനെ ധാരാളം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള വീണ്ടുമുള്ള പ്രധാനമന്ത്രിയുടെ കേരളത്തിലെ വരവിന് രാഷ്ട്രീയ പ്രാധാന്യമേറെയാണ്. പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന വാഹനത്തിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അദ്ദേഹം ഇപ്പോൾ പ്രധാന കവാടത്തിലൂടെ പുറത്തേക്ക് വന്നിരിക്കുന്നു. എയർപോർട്ടിൻ്റെ ടെക്നിക്കൽ ഏരിയയിലൂടെ പുറത്തേക്ക് കടന്നിരിക്കുന്നു. അദ്ദേഹം സഞ്ചരിക്കുന്ന വേളി ചാക്ക റൂട്ടിൽ കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 2 മണിവരെ അതീവ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് തിരുവനന്തപുരം നഗരത്തിലെങ്ങും അദ്ദേഹത്തിൻ്റെ സഞ്ചാര പാതയിൽ. ഇപ്പോൾ പ്രധാനമന്ത്രി തിരിച്ചിരിക്കുന്നത് VSSയിലേക്കാണ്. VSSയിലാണ് പ്രധാനപ്പെട്ട ബഹിരാകാശ ദൗത്യങ്ങളുടെ പ്രഖ്യാപനം നടക്കാൻ പോകുന്നത്. ഗഗൻയാൻ ദൗത്യ സംഘാംഗങ്ങൾ ആരൊക്കെയാണ് എന്ന അവരുടെ പട്ടിക പ്രധാനമന്ത്രി ഇന്ന് പ്രഖ്യാപിക്കും. അതിൽ മലയാളിയായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് നായർ കൂടി ഉൾപ്പെടുന്നുണ്ട് എന്ന സൂചനകൾ വരുന്നു. കേരളത്തെ സംബന്ധിച്ച് അഭിമാനാർഹമായ ഒരു പ്രഖ്യാപനമായി അങ്ങനെയാണെങ്കിൽ അത് മാറുകയും ചെയ്യും.